5 വർഷം ഇടത് 5 വർഷം വലത് രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ട് അവിടെ എന്ത് പുരോഗതി ഉണ്ടായെന്നാണ് ഈ പറയണത്? നീ ഇത് ആരുടെ കാര്യം ഈ പറയണേ? നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ കാര്യം തന്നെ. മാസത്തില് മിനിമം ഒരു ഹർത്താൽ, ഒരു ദിവസം വാഹന പണി മുടക്ക്, പവർ കട്ട്, എൻഡോസൾഫാൻ, ഇപ്പതാ മുല്ലപ്പെരിയാർ. അത് പിന്നെ പ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനമുണ്ടോ? ഡൽഹിയിൽ അഴിമതി, കാശ്മീരിൽ ഭീകരവാദം, ബോംബെയിൽ അധോലോകം, ബീഹാറിൽ നക്സല്. പക്ഷെ ഇതൊന്നും ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളല്ലല്ലോ. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ എന്താ? അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. കണ്ടു പഠിക്കട്ടെ തമിഴ്നാടിനെ. ഓവർ ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓവർ ബ്രിഡ്ജ്, മെട്രോ എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്കും മെട്രോ, IT കോറിഡോർ, ടെക്സ്റ്റൈൽ പാർക്ക്. അതിനിടയ്ക്ക് പൂട്ടിന് തേങ്ങാപ്പീര പോലെ 2G സ്പെക്ട്രം, ഭൂമി കുംഭകോണം. ഹൈ, അതൊക്കെ ഇടയ്ക്കൊരു തമാശക്കല്ലേ. സ്വന്തം കാര്യം നോക്കുന്നതിനിടയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ജനങ്ങളെ നല്ലോണം നോക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാ തിന്നില്ല തീറ്റിക്കയില്ല. പണ്ടേ വണ്ടി കയറി ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് നമ്മളൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ശരിയാട്ടോ, ജോലി അന്വേഷിച്ചു വന്ന ഞാൻ ഒന്നാന്തരം 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയായി. സിനിമാ നടനാവാൻ വന്ന നീയെ ഒന്നാന്തരം തുന്നക്കാരനായി. വല്ലാത്ത രക്ഷപ്പെടലല്ലേ. അതെ, സിനിമയില് ഞാൻ ഈ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോഴല്ലേ ആ 2 അണ്ണന്മാരും കൂടി മലയാള സിനിമ മൊത്തം ഇവിടുന്ന് പറിച്ചെടുത്തോണ്ട് നാട്ടിലേക്ക് പോയത്. ഒരാള് കൊച്ചിക്കാരനായതുകൊണ്ട് പാതി ഷൂട്ടിംഗ് കൊച്ചിയിൽ, മറ്റേ അണ്ണൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് ബാക്കി പകുതി അവിടെ. അതെ, നസീർ സാറ് പോയതോടെ എന്റെ 2 ചിറകരിഞ്ഞ പോലെയായി. ഏതായാലും അത് മലയാളികളുടെ ഭാഗ്യം. അത് അല്ലെങ്കിൽ നീയൊക്കെ നായകനായിട്ട് അഭിനയിക്കാൻ തുടങ്ങിയ മലയാളികള് സിനിമ കാണാൻ നിർത്തിയനെ. അതെ, കടുപ്പത്തിലൊരു ചായ. പക്ഷെ ആ മലയാള സിനിമ തന്നെ എന്നെ പൊന്നാടയണിച്ച് സ്വീകരിക്കുന്ന ഒരു കാലം വരും. അമ്പത്തൂർ ഇൻഡസ്ട്രിയൽ പാർക്കിലെ എന്റെ പേരിൽ തുടങ്ങാൻ പോകുന്ന റെഡിമെയ്ഡ് കമ്പനിയുടെ സ്ഥലം സാങ്ഷനായി കഴിഞ്ഞു. അല്ല, ഈ തുണിയും സിനിമയും തമ്മിൽ എന്താണ് ബന്ധം? ഭാസ്കരൻ അറിയോ, ഇന്നത്തെ പല വൻ വ്യവസായികളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ കൂടിയാ പടിപടിയായിട്ട് കയറി വന്നിട്ടുള്ളത്. അതേപോലെ ഞാനിപ്പോ തുടങ്ങാൻ പോകുന്ന റെഡിമെയ്ഡ് കമ്പനി പടിപടിയായിട്ട് ഉയർന്ന് ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനിയായിട്ട് മാറി. അതിന് കുറെ CR ഉണ്ടാക്കി എന്റെ മോളെ നായികയ്ക്ക് ഞാനൊരു പടം പിടിക്കും. പിന്നെ അവാർഡ്, പത്മശ്രീ, സ്വീകരണം, പൊന്നാട. അല്ല, അതിന് നിന്റെ മോൾക്ക് 5 വയസ്സല്ലേ ഉള്ളൂ കുട്ടാ. മതിയല്ലോ. എന്റെ ഭാസ്കരേട്ട സിനിമയുടെ കാര്യല്ലേ അത്. പിന്നെ ഞാൻ പണം ഉണ്ടാക്കി വരുമ്പോഴേക്കും എന്റെ മോൾക്ക് ഒരു 14 വയസ്സായിട്ടുണ്ടാവും. ഹീറോയിനാക്കാൻ പറ്റിയ പ്രായ. മാത്രമല്ല, ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർസിന് ആ പ്രായത്തിലുള്ള ഹീറോയിൻസിനോട് കൂടുതൽ താല്പര്യം. നിന്റെ പ്ലാനൊക്കെ കൊള്ളാം. പക്ഷെ നീ സിനിമ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ തയ്യൽ മെഷീൻ സൂക്ഷിച്ചു വെച്ചോട്ടോ. കുത്തുവാള എടുക്കുന്നതിന് പകരം തുന്നൽ സൂചി എടുത്താലും മതിയല്ലോ. മലയാളിയാ? അതെ. അഭിനയിക്കാൻ ചാൻസ് അന്വേഷിച്ച് വന്നായിരിക്കും. അല്ല, ഈ മ്യൂസിക് ഡയറക്ഷന് വേണ്ടി. അത് കുറച്ചുകൂടി ക്യാമാ. അതെ, ഇവിടെ റൂമോ ഫ്ലാറ്റോ വല്ലതും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയായി തരാം. തൽക്കാലം അസിസ്റ്റന്റ് ആയിട്ട് അൻവന്റെ റൂമിലാണ് താമസിക്കുന്നത്. പൈസ ശരിയായി വരുമ്പോൾ ഞാൻ പറയാം. ഭാസ്കരേട്ടാ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ പുറത്തു പോവേ. ആ ഗാർമെന്റ് ഫാക്ടറിയുടെ കാര്യത്തിന് വേണ്ടി കുറെ ഓഫീസുകൾ കയറി ഇറങ്ങാനുണ്ട്. ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ എന്റെ മൊബൈലിൽ വിളിക്കാൻ പറഞ്ഞാൽ മതി. എടാ, റിസ്ക് എടുക്കുന്നവനെ ജീവിതത്തിൽ രക്ഷപ്പെടൂ. എല്ലാം ശരിയാവും. ചെല്ലേ, നാവ് പൊന്നായിരിക്കട്ടെ. அம்மா, கல்யாணத்துக்கு போடுறதுக்குன்னு சொல்றீங்க. இனிமே இதை லூஸ் பண்ணி ஆல்டர் பண்ணி இதெல்லாம் பண்றதை வரைக்கும் புதுசா ஒன்று தைக்க வேண்டியதானே? நீங்க சொல்றது சரிதான். ஆனா என்னோட ஹஸ்பண்டுக்கு பிசினஸ் லாஸ் ஆகி வேலை தேடி பாம்பே போயிருக்காரு. பணத்துக்கு ரொம்ப டைட். பணத்துக்கு டைட் வரும்போது பிளவுஸ் லூஸா தாகணும், அல்லாம டைட்டா ஆகக்கூடாது. சரி சரி, அப்புறமா சரி பண்ணி வைக்கிறேன், போயிட்டு வாங்க. அப்போ அளவு எடுக்க வேண்டாமா? നിന്റെ അളവൊക്കെ എനിക്ക് അറിയാൻ. ചെല്ല്. അല്ലല്ലേ, ഉന്നോட அளவெல்லாம் எனக்கு கரெக்டா தெரியும் சொல்றேன். போயிட்டு அப்புறமா வாங்க. அப்போ நாளைக்கு வரட்டா? நாளைக்கு வாங்க. சரி வரேன். டாடி மம்மி வீட்டுல தடபோட யாரும் இல்ல. அண்ணே, இந்த சுமித்ரா புருஷன் செக் கேஸ்ல மாட்டிட்டு ஜெயில இருக்காரு. ஆமா, 6-7 லட்சம் இல்லாம வெளியே இறங்க முடியாது. அப்படியா? ஆமா. இதுதான் அந்த ஆளு பாம்பேல இருக்கான்னு சொன்ன கதை. பாம்பேல? பாவி நாசபாபு. என்ன என்னாச்சுடா? அங்க ஏதோ பிரச்சனை இருக்கு, போய் பார்க்கலாம் வாங்க. Move! Who the hell do you think you are? Are you blind? Can't you see a car on the road?
don't ever think that you can blame me for this. You are a mad girl. Who let you out of your house? I am asking you, who let you out of your house? Answer to my question. I know what to do. I know what to do. Move. Hey man, Eh? this is India. Pedestrians get the first priority on streets. Give respect and take respect. This is Chennai Machi. அது வந்து தம்பி தப்பென் மேலே அல்லே நான் மெதுவா தான் கார் ஓட்டு வந்தேன். ஐயோ சத்தியமா நான் சொல்றது பொய்யல்லே. அண்ணே அண்ணே கொஞ்சம் சும்மா இருங்க சும்மா இருங்க சும்மா இருங்க அண்ணா சும்மா இருங்க பேசிட்டு 2000 ரூபாய் துட்ட கொடுத்து செட்டில் பண்ணுவா. எதுக்கு இவங்க மேலே கார் முதலே? அப்ப 50% டிஸ்கவுண்ட் பண்ணிட்டு ஒரு 1000 ரூபாயாச்சும் கொடுங்க. 1000 ரூபாயா? என்ற கர்த்தாவே. See, I am a doctor. Hospital போலாம். ஏய் நீங்க மலையாளியா? ஆமா ஆமா. நீங்க? ஆமா ஆமா ஆமா. ஹாஸ்பிடல்ல வேணாம். அங்க ஊசி போடுவாங்க. நீங்க காசு கொடுங்க. நான் மருந்து வாங்கி சாப்பிட்டுக்கறேன். இந்த காலை வச்சிட்டு நான் எப்படி நடப்பேன்? எப்படி? அம்மா சொல்றேன் நீ பேசாம இருங்க சொல்றேன். கேட்டு சொல்றேன்னு சொன்னேன்ல. ഒരു 500 രൂപ കൊടുത്തേക്ക് ഡോക്ടറെ. അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള ഒരു നാടകമല്ലേ ഡോക്ടർ ഇതൊക്കെ. ഇനി ആള് കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടും കൊടുക്ക 500 രൂപയുണ്ട്. என்னது 500 ரூபா? என்னம்மா அது ஆசையா கொடுக்கறாங்களே வாங்கிக்க வேண்டியதானே. வாங்க என்னங்க கூட்டு சேர்ந்துங்க போங்க அம்மா போங்க நீங்க மட்டும் நடிகராயிருந்தா பெஸ்ட் ஆக்ட்ரஸ் அவார்டு கிடைச்சிருக்கும். அதுதான் போங்க எல்லாரும் போங்க பாத்துட்டு இருக்காது போங்க எல்லாம் தள்ளுங்க. ஏதாவது ஒண்ணா கூட்டு சேர்ந்துறீங்களே. வேலையே கிடையாது உங்களுக்குலாம். சார் நீங்க டாக்டரா? ஆமா சார் தலை இந்த மாதிரி சுத்தும் போது இந்த பக்கம் நொக்கு நொக்குன்னு சத்தம் கேக்குது சார். இந்த பக்கமா? ஆமா சார். அப்ப திரும்பு. எப்படி இருக்கு? நல்லா இருக்கு சார். ഇവിടെ എല്ലാവർക്കും ഒരു അടിയുടെ കുറവുണ്ട്. കേരളത്തിൽ മാത്രമല്ല പഞ്ചാബ്, ഗുജറാത്ത്, ഒറീസ എന്തിനേറെ ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിൽ വരെ ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം കരങ്ങളായി മാറണം ഡോക്ടർ. പല സ്ഥലത്തും പല തരത്തിലുള്ള ചികിത്സകൾ ചെയ്തിട്ടാ ഡോക്ടറെ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഫൈനലി യു ഹാവ് റീച്ച് ദ റൈറ്റ് ഹാൻഡ്സ്. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്പ പണച്ചെലവും സമയവും വേണ്ടിവരുന്ന ഒരു പ്രക്രിയയാണ്. പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാല് കണ്ടാൽ മതി. അതാണ് ഇവിടെ വരുന്ന എല്ലാവരുടെയും മനസ്സ്. ആ അമ്മ മനസ്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ? ചോദിച്ചോളൂ. ഇത് വലിയ പണച്ചെലവുള്ള പരിപാടി ആയതുകൊണ്ട് ഒരു പ്രസവത്തിൽ 2 കുട്ടികളെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ? യു മീൻ ഒരു പിടിക്ക് 2 പക്ഷി? അത് തന്നെ. പറയാൻ പറ്റില്ല. അത് പക്ഷിയുടെ സമയം പോലിരിക്കും. നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും. കൗണ്ടറിൽ പോയി ഈ സ്ലിപ്പ് കാണിച്ച് പണമടച്ച് രജിസ്റ്റർ ചെയ്യും. ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. ഡോക്ടർ. യെസ് രാമമൂർത്തി. അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ അങ്ങോട്ട് വരാം. എൻ വൈഫ് പ്രഗ്നന്റ് ആയിട്ടേൻ. அப்படியா? ஆமா. കൺഗ്രാറ്റുലേഷൻസ്. சேம் டு யூ. எதுக்கு? டாக்டர் ட்ரீட்மெண்ட் கொடுத்தானே என் வைஃப் பிரெக்னன்ட் ஆனா. ஓ அப்படி. நான் முன்னாடியே சொல்லலையே. உட்காரு. Thank you. അത്ഭുതം തന്നെ. ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ചു കാലമെങ്കിലും കാത്തിരുന്നാലേ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാണ്. ഇന്നാളൊരു ദിവസം ക്ഷമ നശിച്ച് എന്നെ അടിക്കാൻ വരെ വന്നു. ഇല്ല ഇപ്പൊ എപ്പടി ഇருக்கு? എല്ലാം ഉങ്ക കൈരാശ ഡോക്ടർ. എന്റെ കയ്യിൽ ഒന്നുമില്ല. എല്ലാം കടവുൾ കൃപ. நீங்க சொன்னது கரெக்ட் டாக்டர். என் வைஃப் 3 மாசத்துக்கு முன்னாடி ஒரு சுவாமியார் மடத்துல பஜனைக்கு போனேன். இப்போ 2 மாசம் பிரெக்னன்ட் ஆக்கும். உங்க ட்ரீட்மெന്റും சுவாமியார் மடத்துல பஜனையும் சேர்ந்து குழந்தை ரெடி. அதுக்கு உங்களுக்கு தானே ப்ராப்ளம் இருந்தது, வைஃப்க்கு அல்லല്ലോ. அதுதான் நீங்க ட்ரீட்மெண்ட் பண்ணி கரெக்ட் பண்ணிட்டீங்களா? ஏன் கன்ஃபியூஷன் பண்றேன். இந்த சாமியாரை எங்க பார்க்க முடியும்? உங்களுக்கு பஜனை இருக்கணுமா? ഏയ് വേണ്ട. ഭജനം കിടക്കേ ഒന്നും വേണ്ട. ആദ്യം ട്രീറ്റ്മെന്റ്. നിങ്ങൾ കൗണ്ടറിൽ പോയി പൈസ അടച്ചിട്ട് വാ. ചെല്ല്. ഒരുപാട് ടെസ്റ്റുകൾ ഉള്ളതാ. ഡോക്ടർ സ്വീറ്റ്സ്. அந்த சுவாமியார் மடத்துல നമ്പർ ഡോക്ടർമാരുടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ വേണ്ടി കുറെ സാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇഡിയറ്റ്സ്. இந்த தக்காளி கிலோ எவ்வளோ? தக்காளி 15 ரூபாமா. 15 ரூபாவா? ஆமா. தின்ன சமைக்கிறதே கஷ்டம். இந்த கேரட்டு? கேரட் 30 ரூபா, பீன்ஸ் 35 ரூபா, வெங்காயம் 40 ரூபா. எனக்கு கத்திரிக்காய், வெங்காயம், உருளைக்கிழங்கு, இந்த பீட்ரூட் இதெல்லாமே 1/4 கிலோ கொடு. இதுக்கு தான் இவ்வளோ பேச்சா? வேணாம். கவர் என்கிட்ட இருக்கு. கொடு. இதிலே போடு.
பால் கவருக்கு பதிலா இந்த கொத்துமல்லி கருவேப்பிலையும் கொடு. ரொம்ப உஷார் மணி. எவ்வளவு ஆச்சு? 120 ரூபா. ஜானகி, எங்க இருந்து வர? சூப்பர் மார்க்கெட்டுக்கு ஷாப்பிங்னு போயிட்டு வரேன். பக்கத்தால செந்தில் காய்கறி கடை இருக்கே, அங்க வாங்கலாமே. விலை கொஞ்சம் அதிகமானாலும் அங்க நல்ல பொருள் கிடைக்குமே, அதுதான் முக்கியம். அப்படியா? சரி வரட்டுமா? അമേരിക്കയിൽ മാത്രമല്ല, കൊറിയ, ജപ്പാൻ, ഹോളണ്ട്, ഇറ്റലി എന്നു വേണ്ട 7 കോണ്ടിനെന്റുകളിലും ഞങ്ങളുടെ കുട്ടികളുണ്ട്. ഈ കൈകളിലൂടെ കടന്നുപോയവർ. പക്ഷേ അമേരിക്കയിൽ നിന്നൊരു മലയാളി കപ്പിൾ ഇതാദ്യമായിട്ടാ. ഞങ്ങൾ മലയാളികളാണെന്ന് പറയാന്ന് മാത്രം. I'm born and brought up in States. അലക്സിന്റെ ഫാമിലി കുറെ കാലായിട്ട് അവിടെ സെറ്റിൽഡാ. സോ കേരളത്തിൽ റിലേറ്റീവ്സിനെ ഒന്നും അങ്ങനെ പരിചയമില്ല. See, you know, doctor, first we went to Gujarat for surrogacy, but they are not ready to show the donor. And finally, Dr. Cherian suggested your name. ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന സ്ത്രീയെ, അതായത് ഡോണറെ, ഞങ്ങളും ക്ലയൻസിനെ കാണിക്കാറില്ല. പ്രസവം കഴിഞ്ഞ് കുട്ടിയെ ഞങ്ങൾ വാങ്ങി അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. അതാണ് പ്രൊസീജിയർ. ഡോക്ടർ ചെറിയാനും ഞാനും വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അദ്ദേഹം റെക്കമെൻഡ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഡോണറെ നിങ്ങളെ കാണിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആക്ച്വലി ഐ എക്സ്പെക്ടഡ് ബിഗർ സെറ്റപ്പ് ഇൻ ദിസ് ക്ലിനിക്. ഇവിടെ ഡെലിവറിക്കുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടോ? അതിന് പേഷ്യന്റ് പ്രഗ്നന്റ് ആയാൽ ഉടനെ അവരെ ഞാൻ കൺസൾട്ടന്റായി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്യിക്കും. ബാക്കി ചികിത്സയും പ്രസവവും ഒക്കെ അവിടെ ആയിരിക്കും. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു 50 crores സെറ്റപ്പ് ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. 1 minute. ഹലോ, കാറിന്റെ ലോണോ? ബെൻസ് കിട്ടാൻ വൈകുമെന്നോ? എന്നാൽ ലാൻഡ് ക്രൂസർ ബുക്ക് ചെയ്യൂ. എനിക്ക് സാധനം ഉടനെ വേണം. ഞാനൊരു മീറ്റിംഗിലാ, ഡിസ്റ്റർബ് ചെയ്യരുത്. ലക്ഷറി കാഴ്സ് എനിക്ക് വീക്ക്നെസ്സാ. പിന്നെ പെർഫെക്ഷന്റെ കാര്യത്തിൽ ഞാനും പിന്നിലല്ല. അതാണ് എല്ലാം തികഞ്ഞ ഒരു ഡോണറെ നിങ്ങൾക്കായി ഞാൻ കണ്ടുപിടിച്ചത്. ഐ വിൽ ഷോ യു. ആ പിന്നെ ഐശ്വര്യ ദേവിയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. ബെസ്റ്റ്. ഐശ്വര്യ ദേവി ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നതിൽ 2 തവണ പ്രവൃത്തി പരിചയം, 2 തവണയും സക്സസ്ഫുൾ ഡെലിവറി. ഡോക്ടർ, can you just ask her to wait outside please? മുത്തു സർ. അയ്യോ. ഡോക്ടർ, I'm sorry but we are not happy with this lady. ഞങ്ങൾക്ക് കാണാൻ ഭംഗിയുള്ള എലഗന്റ് ആയ ലേഡിയാണ് വേണ്ടത്. ഇറ്റ് ഈസ് ഫൂളിഷ്നെസ്. യു നോ ദ പ്രൊസീജിയേഴ്സ് ഓഫ് ദിസ് ട്രീറ്റ്മെന്റ്. സ്വപ്നയുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ 10 മാസം ചുമക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് കഴിവുള്ള ഒരു സ്ത്രീയെ വാടകയ്ക്കെടുക്കുന്നു. നിങ്ങൾ 2 പേർക്കും ഉണ്ടാകുന്ന ഭ്രൂണത്തെ നമ്മൾ മറ്റൊരു സ്ത്രീയിൽ വളർത്താനായി 10 മാസം നിക്ഷേപിക്കുന്നു. There won't be any biological relationship with the donor. സോ ഗർഭപാത്രം നൽകുന്ന സ്ത്രീയുടെ യാതൊരു ജനിതക സ്വഭാവവും ഈ കുഞ്ഞിനുണ്ടാവില്ല. Then what's bothering you? I know that, doctor, but you know, I want the best in everything. Why can't we try some other options? It's very difficult. നല്ല കുടുംബത്തിലെ ആളുകളൊന്നും ഈ പണിക്ക് വരില്ല. Let's try before compromise. Doctor, we are even ready to pay extra for it. ഈ എക്സ്ട്രാ മണി. Yeah. We'll try our best. Doctor, none of them are suitable. ഒരാഴ്ചക്കുള്ളിൽ നല്ലൊരു ലേഡിയെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ മുമ്പേ ട്രൈ ചെയ്യും. That's it. Don't be upset. Infertility treatment will take its own time. ഒരാഴ്ചക്കുള്ളിൽ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു തരും. There are plenty of beautiful girls in this country. Okay, doctor. All the best. Thank See you. you soon. Hope so. സുന്ദരിയുടെ ഗർഭപാത്രം ഈ വേൾഡിൽ കിട്ടുമോ? ഹലോ, വർക്ക്ഷോപ്പിൽ എന്ത് ബിൽ
ஆயிட்டு இருக்கு. ரிப்பேர் பண்றதுக்கு 2000 ரூபாய் பே பண்ணட்டுமா? 2000 രൂപയാ? அதுக்கு பணம் எங்க இருக்கு? அப்புறம் பண்ணலாம். ഓ, വണ്ടി ഇടിച്ചെങ്കിൽ വേണ്ടിയില്ല. കള്ളി. ഒരു 500 രൂപ കൊടുത്തേക്ക് ഡോക്ടറെ. അവർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടുള്ള ഒരു നാടകമല്ലേ ഡോക്ടർ ഇതൊക്കെ. ഇനി ആള് കൂടി കഴിഞ്ഞാൽ റേറ്റ് കൂടും കൊടുക്ക. സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പണയം വെക്കാൻ ചെല്ലുമ്പോഴാ വിവരം അറിയുന്നത്. എന്തൊരു കൊള്ള പലിശ അവരുടെ. ഫീസ് അടയ്ക്കാൻ ഇനി രൂപ 7000 കൂടി ബാക്കി വേണം. അതിനിപ്പോ എന്ത് ചെയ്യുന്ന? ഒരാൾക്ക് അയാളുടെ ജീവിതത്തിലെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ബന്ധുക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ 5 പേരെങ്കിലും വേണമെന്നാ പറയാ. നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടാ? എനിക്കറിയില്ല. രഞ്ജേട്ടൻ ആരെങ്കിലും ഉണ്ടോ? നമുക്കതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അയ്യോ സാറല്ലേ അന്ന് ഇവിടെ? അതെ, ഞാൻ ഡോക്ടർ ജോൺ ചിറ്റിലപ്പള്ളി. എന്താ ഡോക്ടർ ഇവിടെ? അവരെ കൊണ്ടെന്തെങ്കിലും പ്രശ്നം? ഏയ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണം. എന്റെയോ? അതെ, ഞാനൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുകയാണ്. ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് എന്ന് പറഞ്ഞാ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ലിനിക് അല്ലേ? അതെ അതെ, വൈഫാണല്ലേ? അങ്ങനെയും പറയാം. അമേരിക്കയിൽ നിന്നുള്ളൊരു ദമ്പതികൾ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വന്നവർക്ക് എന്റെ ഏജന്റ് കൊണ്ടുവന്ന സ്ത്രീകളുടെ ചന്തം പിടിച്ചില്ല. അത് പിന്നെ ആർക്കാണെങ്കിലും ജനിക്കുന്ന കുട്ടി ഇത്തിരി ഭംഗിയായിരിക്കണം ആഗ്രഹം ഉണ്ടാവില്ലേ സാറേ? ഇതാണ് തെറ്റിദ്ധാരണ. ഈ IVF ട്രീറ്റ്മെന്റ് പല തരത്തിലുണ്ട്. ഇപ്പൊ വന്നവരിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് അച്ഛനമ്മമാർക്കുണ്ടാകുന്ന എംബ്രിയോയോ ഭ്രൂണം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. 10 മാസം കഴിഞ്ഞ് കുഞ്ഞിനെ പ്രസവിച്ച് അച്ഛനമ്മമാർക്ക് കൈമാറുന്നു. There won't be any blood relationship with the surrogate mother. അതായത് ഈ കായക്കൊല പഴുപ്പിക്കാൻ 10,000 വെക്കണ പോലെ അല്ലേ? പഴുത്തു കഴിഞ്ഞാൽ കൊലയ്ക്ക് 10,000 ചായയും വരില്ല. കറക്റ്റ്. വല്ലാത്തൊരു ഉദാഹരണം. സാറേ, ഇതുപോലത്തെ ഒരു സീൻ മോഹൻലാലിന്റെ ഒരു സിനിമയിലില്ലേ? ഞാൻ മോഹൻലാലിന്റെ പുതിയ സിനിമ കണ്ടില്ല. ഇത് പുതിയതല്ലാന്ന്, പഴയ ഒരു സിനിമ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അത്രയും പഴയൊന്നുമല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളല്ല, ദശരഥം. അത് തന്നെ. പക്ഷെ അതില് ഈ അമ്മ കുട്ടിയുടെ ശരിക്കുള്ള അമ്മയാ. ഇവിടെ അതല്ലല്ലോ സ്ഥിതി. എന്നാലും എന്തൊരു സെന്റിമെന്റ്സ് ആയിരുന്നു അല്ലേ? ഞാൻ കൊറേ കരഞ്ഞതാ. ഗർഭപാത്രം വാടകയ്ക്ക് തരാൻ തയ്യാറുള്ള കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ഡോക്ടർ എന്താ കരുതിയത്? പണത്തിന് ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ശരിയാ. ചില റിയൽ എസ്റ്റേറ്റും അല്ലറ ചില്ലറ തരികട പരിപാടികളൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ പെണ്ണ് കേസിന് ഇറങ്ങേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡോക്ടർ ചെല്ല്, പോ. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അന്ന് കാറടിച്ച പെണ്ണില്ലേ, അവരിതിന് കറക്റ്റാ. അവർക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലെന്ന് നിങ്ങളല്ലേ അന്ന് എന്നോട് പറഞ്ഞത്. ഗർഭപാത്രം നൽകുന്ന പെണ്ണിന് 10 ലക്ഷം രൂപ കൊടുക്കും. കമ്മീഷനായി നിങ്ങൾക്കൊരു 25,000 രൂപ വേറെയും തരും. ഞാൻ നേരിട്ട് നിന്നാൽ ശരിയാവത്തില്ല. നിങ്ങളാവുമ്പം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളാണല്ലോ. ആണ്. എന്നാലും പെണ്ണ് കേസൊക്കെ ആവുമ്പോ അല്ല, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. സംഗതി അവൾക്ക് പണത്തിന് ആവശ്യമുണ്ട്. പക്ഷെ ഇക്കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കുറച്ച് പണിയാ. ഒരു 50,000 തന്നെ നോക്കാം. 50,000? 50 എങ്കിൽ 50. പക്ഷെ പെട്ടെന്ന് വേണം. എന്നാ ഇപ്പൊ തന്നെ പോവാം അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്താലോ ഡോക്ടറെ? ഡോക്ടർ വണ്ടി ഇവിടെ കിടക്കട്ടെ, എന്റെ വണ്ടി എടുക്കാം. ആയിക്കോട്ടെ. കാരണം എവിടെ? അന്ന് കയറിക്കോ. വാ. ഇതോ? അല്ല, നമുക്ക് ചില ഊട് വഴി കൂടെ ഒക്കെ പോകാനുണ്ടേ. വാ. ഓക്കെ, സൂക്ഷിച്ചു പോണം. ഈ വണ്ടി ഹോം മെയ്ഡ് ആണോ? ഇവിടെ എവിടെയോ ആയിരുന്നു അവളുടെ വീട്. തനിക്കറിയില്ലേ? സുമിത്ര മസൂദി തെരുവ്. ഇത് തന്നെ. അതെ, നിങ്ങൾ ആദ്യം പോയി അവളുടെ മനസ്സറിഞ്ഞിട്ട് വാ. സമ്മതമാണെങ്കിൽ ബാക്കി കാര്യം ഞാൻ സംസാരിക്കാം. വെറുതെ അപ്സെറ്റ് ആക്കണ്ട. ഓക്കെ. വാട്ട് യു ഹാവ് ബീൻ ടോൾഡ് ഈസ് ദാറ്റ് കറക്റ്റ്? ഫസ്റ്റ് ഐ വിൽ ഗോ. ഓക്കെ. വല്ലാത്തൊരു ഇംഗ്ലീഷ്. நீங்களா? ஐயோ, ஏன் வீட்டுக்கா? ஐயோ, வாங்க உள்ள வாங்க. நீங்க ஏன் வீட்டுக்கு? ஐயோ, உட்காருங்க. ஹஸ்பண்ட் அவரு அன்னைக்கு சொன்னனே பாம்பேல இருக்காரு. இன்னும் பாம்பேல வரவே இல்லையா?
வரமாட்டாரு. என்னது இது நீங்க இந்த நேரத்துல? என்ன விஷயம்? ஹலோ, உங்க பையனா? கணேஷ், எழுந்துருப்பா. போ, போய் விளையாடு. போயிட்டான். இப்ப சொல்லுங்க. Infinity of fertilization we have been to. തമിഴ്. ഇത് പിന്നെ ഒരു ശാരീരിക ബന്ധത്തിന്റെ കാര്യമായതുകൊണ്ട് ഓപ്പണായിട്ട് എപ്പടി சொல்றது ഒരു ஆணும் பொண்ணும் சேரும்போது தானே குழந்தை பிறக்கிறது. இப்போ அவங்க ஒன்னா சேர்ந்தாலும் குழந்தை பிறக்கணும்னில்லை. அதுக்கு சேஃபான நிறைய வழி இருக்கே. അതല്ല, ബീജം അതൊക്കെ ഗർഭപാത്രം തേവതാനെ. അതുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കൂ. ചുരുക്കി പറഞ്ഞ ഈ വിഷയത്തില് നീങ്ക കൊഞ്ചം കോപ്പറേറ്റ് பண்ணா നടക്കും. நீங்க இவ்ளோ சொல்லும்போது நான் வேண்டான்னு சொல்ல போறேன். ராத்திரி பின்பக்க வழியா வாங்க, உங்களுக்காக நான் கதவை திறந்தே வச்சிருக்கேன். കുടിക്കുന്നത് കൊഞ്ചം തണ്ണി കിടക്കുമാ? ഒരു നിമിഷം. എന്റെ പൊന്നോ ഡോക്ടറെ, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. നമുക്കിത് ശരിയാവില്ല, വേറെ നോക്കാം. അപ്പൊ നടക്കില്ലേ? നടക്കില്ലേ? നമ്മൾ ഉദ്ദേശിച്ചത് നടക്കില്ല. എങ്ങനെ? ഇത് ആളെ എക്സ്ട്രാ ഡീസന്റാ. സാറ് വണ്ടി കറിക്കേ. എനിക്ക് മനസ്സിലാവുന്നില്ല. കുഴപ്പമായോ? എന്റെ പൊന്നോ, പതുക്കെ. ഇത് കുറെ നേരം ആയല്ലോ ഇങ്ങനെ ചുറ്റുന്നത്. മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളവരൊക്കെയല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂ. എന്താ? ഈ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉള്ളവരല്ലേ ഇതിനൊക്കെ സമ്മതിക്കൂന്ന് പറയാ. അങ്ങനെ ഇപ്പൊ ആരാ? ഒരു സ്റ്റണ്ട് ആർട്ടിസ്റ്റ് മുരുകൻ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ വീണ് നടു തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. നല്ല കഷ്ടപ്പാടില്ല. വെരി ഗുഡ്. അയാളുടെ വൈഫ് എങ്ങനെയാ കാണാൻ? വൈഫ് കാണാൻ നല്ലതാ, നമുക്ക് ചേരും. അങ്ങനെയാണെങ്കിൽ അയാളുടെ വീട്ടിലോട്ട് വിട്. ഹരഹരോ ഹരഹര. ഇവിടത്തെ ആൾക്കാരൊക്കെ പാവങ്ങളാ. ഡോക്ടർക്ക് വേണ്ടിട്ടാ, അല്ലെങ്കിൽ ഞാൻ ഈ വഴിക്കൊന്നും വരാറില്ല. നല്ല സ്ഥലവാ, ഒരു റിസോർട്ട് ഫീൽ ഉണ്ട്. അയ്യോ, അതല്ലേ മുരുകന്റെ ഭാര്യ. വാ വാ വാ, ഇതാ വഴി. അമ്മ വണക്കമ്മ. என்னங்க இந்த பக்கம்? ஒண்ணுல முருகனை பாக்கிறதுக்கு டாக்டர் வந்திருக்காரு. டாக்டர் ஜான் சிட்டிலப்பள்ளி. அப்படியா? வாங்க வாங்க. அவரெங்கே? வா வாங்க. பாப்பா, எப்படி இருக்கீங்க முருகா? என்னப்பா 2 வருஷமா படுத்த படுக்கையிலே தான் எல்லாம். சாப்பாட்டு கூட வழி இல்லை. அந்த கடவுள் தான் வந்து கருணை காட்டணும். இப்ப முருகன் சொன்ன கடவுள் இருக்குல்ல, அதுதான் டாக்டர் உருவத்துல வந்திருக்காரு. மீதி அவர் சொல்லுவாரு. പറഞ്ഞോളൂ. You know, Mr. Murugan, in vitro fertilization is not just a treatment. It's a service and surrogacy is a divine duty. டாக்டர், நீங்க மலையாளத்திலேயே பேசுங்க டாக்டர். நான் மலையாளத்துல எல்லா ஹீரோக்கும் டூப் போட்டிருக்கேன். மலையாளம் பேசினா புரியும். அது வந்து பணம் தான் നമ്മുടെ പ്രശ്നം, കുളന്ത താൻ അവരുടെ പ്രശ്നം. മലയാളം മലയാളം. അല്ല, മുരുകന്റെ ഭാര്യ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയും ഐശ്വര്യവും ഒക്കെ ഉണ്ട്. മുരുകൻ ഒന്ന് കണ്ണടച്ചാൽ ഇവളെ വെച്ച് നമുക്ക് കുറച്ച് കാശുണ്ടാക്കാം. It's only a matter of 10 months. Don't disturb. ഒരൊറ്റ തവണ ഗർഭം ധരിച്ചാൽ മതി. 10 ലക്ഷം രൂപ ഇന്ത വീട്ടിൽ വരും. മനസ്സിലായില്ലല്ലേ? ഒരു അമേരിക്കൻ ഫാമിലി അവരുടെ എംബ്രിയോ മുരുകന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ഒന്ന് നിക്ഷേപിക്കണം. അത്രേ ഉള്ളൂ. അമ്മ, ഡോക്ടർ എന്നെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് മനസ്സിലായില്ല. അയാള് തളർന്നു കിടക്കുകയാന്നല്ലേ താൻ പറഞ്ഞത്? പക്ഷെ ചവിട്ടിന് ഒരു തളർച്ച ഇല്ലല്ലോ. അത് പിന്നെ ഡോക്ടറുടെ ഡയലോഗ് കേട്ട ആർക്കൊന്നും ചവിട്ടാൻ തോന്നും. ഓ, എംബ്രിയോ എന്നൊക്കെ കേട്ടപ്പോ അയാളെന്തോ പച്ച തെറിയാന്ന് വിചാരിച്ചത്. ഭ്രൂണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവില്ലായിരുന്നോ? ഇതൊക്കെ ഒരു നയത്തിലും തന്ത്രത്തിലും വേണ്ടേ പറയാൻ ഡോക്ടർ? ഏത് നയത്തിലും തന്ത്രത്തിലും ഒക്കെ പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണല്ലോ പറയേണ്ടത്. എന്തായാലും മിസ് ഇന്ത്യ പോലത്തെ ഒരു പെണ്ണായിരുന്നു അവള്. അതേതായാലും പോയി കിട്ടി. ഇനി വേറെ നോക്കാം. വാ. മിസ് ഇന്ത്യ ഇതാ. എന്റെ ആകെ കൂടിയുള്ള പ്രതീക്ഷ ഫൈറ്റർ മുരുകനായിരുന്നു. ഹരഹരോ ഹര, മുരുകനും പോയി കിട്ടി. ഇനി എന്ത് ചെയ്യും? ഇതുപോലെ തളർന്നു കിടക്കുന്ന വേറെ ഏതെങ്കിലും ഫൈറ്റ് മാസ്റ്ററോ ഡാൻസ് മാസ്റ്ററോ ഉണ്ടോ? വൈഫ് ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. ഒന്ന് പോ ഡോക്ടറെ ഇവിടുന്ന്. മുൻചാമേ എവിടെ വെച്ച്? ശരിയണ്ണ,
நாளைக்கு ரோலக்ஸ் ஹோட்டல்ல பார்க்கலாம். நீங்க கூப்பிட்ட போதும். சரி வரேன். ആ പെണ്ണ് കൊള്ളാമല്ലോ. ഏതാ? അത് കേസാ. വക്കീലാണോ? ആ കേസല്ല, കേസ് കെട്ട് റോസിലി. മലയാളിയാ, നമുക്ക് ശരിയാവില്ല. നോട്ട് കെട്ടാണോ കേസ് കെട്ടാണോ എന്ന് അമേരിക്കക്കാർക്ക് എങ്ങനെ അറിയാം? കാണാൻ ചന്തമുണ്ടോ, ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ടോ, അത് മതി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇത് ഉറപ്പായിട്ട് നടക്കും. ഡോക്ടറുടെ കർച്ചീഫുണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? ഒന്ന് മുഖം മറയ്ക്കുന്നത് നല്ലതാവാ. നിർബന്ധമാണോ? ഇതൊക്കെ മാനമര്യാദയായിട്ട് ജീവിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ഒരു കേസ് കെട്ടുകൊണ്ട് വന്നിരിക്കുന്നു. നിനക്കൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? ഗർഭിണിയാക്കാൻ നടക്കുന്നു. വയറും വീർത്ത് ഗർഭമായിട്ട് നടന്നാലേ നാട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്തോന്ന് പറയാൻ? ചുമ്മാ അതൊന്നും അല്ലല്ലോ. രൂപ 10 ലക്ഷം തന്നിട്ടല്ലേ. പിന്നെ നാണക്കേട്. അത് പിന്നെ പൈസ തീർത്തോളില്ലേ? നമ്മള് ഫീൽഡിൽ നിന്ന് മാറിയാലേ തള്ളിക്കരൻ ആളങ്ങ് ക്യൂ നിക്കുക. പെറ്റേച്ച് വരുമ്പോഴേ നമ്മുടെ ഡിമാൻഡ് അങ്ങ് പോകും. കെട്ടിയവനില്ലാതെ പെറ്റ പെണ്ണിനെ പിന്നെ ആരെങ്കിലും കെട്ടുവോ? ഡോക്ടർ കെട്ടുവോ? ഞാൻ മാരീഡാ. ടൈലർ കെട്ടുവോ? ഇല്ല. ഇത് കെട്ടുപൊട്ടിയ കേസാ. കെട്ടുമുറുകുന്നതിന്റെ സ്ഥലം വിടാൻ പാ. വരട്ടെ സിസ്റ്ററെ, ഒന്നും മനസ്സിൽ വെക്കരുത്. അപ്പൊ ഞങ്ങളെ നിക്കണ്ടല്ലേ? ആരും കണ്ടു കാണില്ലല്ലോ. ഇവിടെ എന്നെ പരിചയമുള്ള ആരും ഉണ്ടാവില്ല. ஹாய் படி, அவரியோ? അയ്യേ, ആരാ മനസ്സിലായില്ല? என்ன தெரியலையா? உங்க ஃபேஸ்புக் ஃப்ரெண்ட் 9 நேத்து நீங்க போஸ்ட் பண்ண போட்டோவுக்கு ஆசம்னு கமெண்ட் பண்ணிருந்தீங்களே. உங்க ப்ரொஃபைல்ல ஃபிலிம் ஸ்டார் நயன்தாரா போட்டோ தானே போட்டுருக்கு. யப் யப். புரிஞ்சு போச்சு. എടാ പാവി, എന്നെ ഏമാത്തിയാச்சு. എന്താ ഡോക്ടറെ? ഫിലിം സ്റ്റാർ നയൻതാരയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദാ കണ്ടോ, ഇപ്പൊ ആക്രി കച്ചവടോ. ഓക്കേ ബഡി, പറ്റുമാ? നയൻതാര ബൈ. ഓക്കേ ബൈ ഡിയർ. വിട്ടോ വിട്ടോ, കുഴപ്പമായി. വണ്ടി വിട്ടോ, ഇഞ്ചഡാസാണ്. ചാന്ത് പൊട്ട് വിട്ടോ. രഞ്ജിത്തെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല, വണ്ടി പിടിക്കാം. ഒരു മര്യാദയില്ലാത്ത അവനവന് പറ്റുന്ന പണി ചെയ്താ പോരെ ഡോക്ടറെ. ഇനി ഈ ഗർഭപാത്രം ഭ്രൂണത്തിനൊന്നും ഞാനില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാൻ വരട്ടെ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് കൊടുക്കാം. സ്മാർട്ടായി കളിച്ചാ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്. എന്ത് കളി? ഈ കളി എന്ന് പറഞ്ഞ ഒരഭിനയം. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയെന്ന് കരുതാം. ഞാൻ ആ റോള് അഭിനയിച്ച് തകർക്കണു. എന്ത് റോള്? ഒരു ഗർഭിണിയുടെ റോള്. ഈ ഗർഭപാത്രം നൽകുന്ന പെണ്ണിന് 10 ലക്ഷം കൊടുക്കുന്നല്ലേ പറഞ്ഞത്? അതെ. 10 ലക്ഷം നമുക്ക് കിട്ടിയ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്നെ അല്ലേ? അതിനിപ്പോ 8 ലക്ഷം കിട്ടിയാലും മതി. കമ്പനി തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ കാശ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കിയാലോ? എന്ത്? അല്ല, 10 മാസം ഷൂന്നങ്ങ് പോവും, 10 ലക്ഷം കയ്യിലും ഇരിക്കും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ ഗർഭപാത്രം നൽകുന്ന സ്ത്രീയുടെ റോള് ഞാനങ്ങ് ഏറ്റെടുത്താലോ? നീ എന്ത് ഭ്രാന്തായി പറയുന്ന ജാനകി? ഈ ഗർഭപാത്രവും വാടകയും ഇതൊക്കെ വലിയ കുഴപ്പം പിടിച്ച ഏർപ്പാടാ. അങ്ങനെ കിട്ടുന്ന ഒരു സൗഭാഗ്യം നമുക്ക് വേണ്ട. ഹോ, നിനക്കിതെങ്ങനെ പറയാൻ തോന്നി ഇങ്ങനെ? എന്റെ രഞ്ജേട്ടാ, ഞാനിപ്പോ സിനിമ അഭിനയം നിർത്തിയില്ലായിരുന്നെങ്കിൽ വല്ല മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ നായികയായി അഭിനയിച്ചേനെ. ഭാര്യയായുമ്പോ ചിലപ്പോ ഗർഭിണിയായിട്ട് അഭിനയിക്കേണ്ടി വരും. അതുപോലെ ഇതും ഒരഭിനയം. സിനിമയിലെ ഗർഭം എന്ന് പറഞ്ഞാലേ ഇനി വന്നേ ദാ ഇങ്ങനെ തലയണ വെച്ച് കെട്ടിയിട്ടുള്ള ഗർഭ. ഇത് നല്ല ഒന്നാന്തരം അമേരിക്കൻ ഗർഭ. സിനിമ പോലെ അല്ല മോളെ ജീവിതം. ഇനി ഇതൊക്കെ പോട്ടെ, നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചാൽ നീ എന്തുത്തരം പറയും? എന്ത് വീട്ടുകാര്? ലവ് മാരേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ നമ്മളെ രണ്ടാളെയും പണ്ടേ പുറത്താക്കിയതല്ലേ. പിന്നെ നാട്ടുകാര് നമുക്ക് രണ്ടാമതൊരു കുട്ടി ജനിക്കാൻ പോണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഡു കൊടുക്കണം. 10 മാസം കഴിഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ചോദിച്ചാ കുട്ടി പ്രസവത്തിൽ മരിച്ചുപോയി എന്ന് പറയണം. ജാനകി, നീ ഇത്ര കഠിന ഹൃദയാണോ? ഇതെല്ലാം ഒരു അഭിനയല്ല രഞ്ജേട്ടാ. പ്രസവം താമ്പരത്തെ ഒരു ആന്റിയുടെ വീട്ടിലായിരുന്നു, അതുകൊണ്ട് ഇവിടെ ആരെയും അറിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാ പോരെ. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും മുറിമുറുപ്പുണ്ടായാൽ തന്നെ പണവും പത്രാസൊക്കെ ആയിക്കഴിയുമ്പോ അതങ്ങോട്ട് മാറിക്കോളും. രക്ഷപ്പെടാനായിട്ട് അമേരിക്ക കാണിച്ചെന്ന വഴിയാ. വേണ്ടാന്ന് വെക്കല്ലോ രഞ്ജേട്ടാ.
അയ്യോ, ഇതൊക്കെ കേൾക്കുമ്പോ തന്നെ എന്റെ കണ്ണിൽ ഇരുട്ട് കയറുക. എന്നാ പിന്നെ അവിടെ ഒരു മെഴുകുതിരിയും കത്തിച്ചു പിടിച്ചോണ്ടിരുന്നോ? പണ്ട് തെലുങ്ക് പടത്തില് ചിരഞ്ജീവിയുടെ നായികയായിട്ട് വിളിച്ചതാ. ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോഴാ പ്രേമമൂർത്തി ആളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്. അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശാസനമൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടവളായി ഞാൻ. എന്ത് ചെയ്യാനാ, എന്റെ വിധി. എനിക്ക് ഈ ഗതി തന്നെ വരണം. അല്ലെങ്കിലും ഈ അഭിനയം എന്നൊക്കെ പറയണത് കായികാഭ്യാസം വേണ്ട ഒരു കലയാണല്ലോ. ഓടണം, ചാടണം, ഇടികൂടണം. അതുപോലെ ഇതും ഒരു കായികാഭ്യാസം വേണ്ട ഒരു കല, അഭിനയം ആണെന്ന് വിചാരിച്ചാൽ മതി അല്ലേ? അല്ലേ? മാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാവാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ സഹായിക്കുക എന്ന് പറയണത് ഒരു പുണ്യപ്രവൃത്തി തന്നെയല്ലേ? മാത്രമല്ല, കുട്ടിയായിട്ട് രക്തബന്ധം ഒന്നും ഉണ്ടാവാത്ത സ്ഥിതിക്ക് ഈസി ആയിട്ട് കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയും ചെയ്യാം അല്ലേ? അല്ലാതെ ഈ അമേരിക്കക്കാർക്ക് എന്താ നേരത്തെ വരാൻ തോന്നഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് രഞ്ജേട്ടാ. ഡോക്ടറൊന്നും പറഞ്ഞില്ല. അത് വേണോ? സാധാരണ ഇതിന് വരുന്ന പെണ്ണുങ്ങൾക്ക് യാതൊരു ഇമോഷണൽ ഫീലിങ്സും ഉണ്ടാവില്ല. നിങ്ങളുടെ ഭാര്യയെ പോലൊരു വീട്ടമ്മ. അതൊന്നും ഓർത്ത് ഡോക്ടർ ടെൻഷൻ അടിക്കണ്ട. ഇക്കാര്യത്തിൽ എന്നേക്കാ കൂടുതൽ താല്പര്യം അവൾക്കാ. എങ്കിൽ നിങ്ങൾ ക്ലിനിക്കിലേക്ക് വരൂ. ചില ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ ആയാൽ നമുക്ക് അമേരിക്കക്കാരെ കാണാം. ആയിക്കോട്ടെ. കാശ് ഉണ്ടാക്കിയിട്ട് വേണം ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ. അതിലും ഭേദമേ സ്വന്തമായിട്ടൊരു ബ്യൂട്ടീഷ്യനെ വെക്കുന്നതാ. ഒന്ന് വേഗം ഇറങ്ങാൻ നോക്കുന്നത്. ഞാൻ റെഡി. ജാൻകി ഏതുവരെ പഠിച്ചു? പഠിത്തത്തിന്റെ കാര്യമൊന്നും ഡോക്ടർ. പഠിപ്പിന്റെ കാര്യം ഓക്കെ വെറുതെ ചോദിച്ചതാ. ജാൻകിയെ ഞങ്ങൾക്ക് ഇഷ്ടായി. ഓക്കെ ഡോക്ടർ, ലെറ്റ്സ് പ്രൊസീഡ്. ഓക്കെ. ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നതിന് പകരമായി ഇവർ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. 5 ലക്ഷം അഡ്വാൻസ്, 5 ലക്ഷം പ്രസവശേഷം കുട്ടിയെ കൈമാറുമ്പോൾ. ഡോക്ടർ 10 ലക്ഷം ഒന്നിച്ചു തന്നൂടെ? സോറി രഞ്ജിത്ത്. വന്ധ്യതാ ചികിത്സയിൽ ഡോക്ടർ പാതി ദൈവം പാതി എന്നാണ് പ്രമാണം. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്താലും ചിലപ്പോൾ ഈ ചികിത്സ വിജയിക്കണമെന്നില്ല. ചിലപ്പോ ഗർഭിണിയുടെ അശ്രദ്ധ കൊണ്ടും പ്രശ്നങ്ങളുണ്ടാവാം. അത്തരമൊരു സിറ്റുവേഷനിൽ ഇവർക്ക് മുഴുവൻ പണവും നഷ്ടമാകരുതല്ലോ. പിന്നെ ഈ കാര്യത്തിൽ പരസ്പര വിശ്വാസമില്ലാതെ മുന്നോട്ട് പോകാനും പ്രയാസമാണ്. ഓക്കെ ഡോക്ടർ. പിന്നെ ഞങ്ങൾ പണം കണ്ടുകൊണ്ട് മാത്രം ഇതിന് വന്നവരല്ല. കുട്ടികളുണ്ടാവാത്തവർക്ക് കുട്ടികളുണ്ടാവാൻ സഹായിക്കുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണല്ലോ. I really appreciate your generosity. പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ പ്രോട്ടീൻ, കാൽഷ്യം, ഫൈബർ ഈ പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. അതിനൊക്കെ പൈസ എക്സ്ട്രാ ആവും. പോഷകാഹാരത്തിനൊക്കെ ഇപ്പൊ എന്താ വില മാഡം? It's okay. Tell me how much you want. I want It's okay. I told no. It's a punya pravarti. That's cool. Is it? Oh yeah. എംബ്രിയോ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഇവർക്ക് അമേരിക്കയ്ക്ക് മടങ്ങണം. രണ്ടുപേർക്കും ജോലി തിരക്കുണ്ടേ. പ്രസവത്തിന്റെ അടുത്ത ദിവസം തിരിച്ചു വന്നാൽ മതിയല്ലോ. ഇനി നമുക്ക് എഗ്രിമെന്റ് സൈൻ ചെയ്യാം. $5 ലക്ഷവുമുണ്ട്. എത്രാമത്തെയാ? എത്രാമത്തെയാ? അപ്പൊ ആദ്യത്തേത് പെണ്ണ്. അപ്പൊ ഇത് ആണാവാനാകും ആശ അല്ലേ?
ആണായാലെന്ത് പെണ്ണായാലെന്ത് നമുക്കെല്ലാം ഒരുപോലെ. അല്ല അതും ശരിയാ. ഇക്കാലത്ത് ആണിനും പെണ്ണിനും ഒക്കെ ഒരേ ചെലവ് തന്നെയാ. ജാനകിയുടെ ഹസ്ബൻഡ് യാര്? ഇരുന്നോ എന്നെയാ? ഞാൻ ஆண் குழந்தை. ஜானகி எப்படி இருக்காங்க? நார்மல் தான். கொஞ்ச நேரத்துல ரூம்ல ஷிஃப்ட் பண்ணுவாங்க. கொண்டு போங்க. ഒന്നും എടുക്കായിരുന്നില്ലേ? അതൊക്കെ എടുക്കേണ്ടവരെടുത്തോളൂ അനിയ. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. ചക്രക്കുട്ടാ അമ്മടെ തോന്നിക്കോടാ. എന്താ ഈ ഉടുപ്പൊക്കെ ഇടിച്ചിരിക്കുന്നത്? ഡോക്ടറെ ഇടിപ്പിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പൊ പാല് കൊടുത്തേ ഉള്ളൂ. മോന് നല്ല നിറണ്ട് അല്ലേ രഞ്ജേട്ടാ? അത് പിന്നെ ജനിക്കുന്ന ഏത് കുട്ടിക്ക് നല്ല നിറം ഉണ്ടാവും. ഇത് പിന്നെ അമേരിക്കക്കാരുടെ കുട്ടിയല്ലേ. നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഒന്ന് ഉറങ്ങി എണീച്ചാൽ എല്ലാം ശരിയാവും. എന്നാ കുട്ടിയെ ഡോക്ടറെ അടുത്തുകൊണ്ടുപോയി ബാക്കി സെറ്റിൽമെന്റ് ഒക്കെ. രഞ്ജേട്ടാ പിന്നെ പണം എണ്ണി നോക്കി മേടിക്കണം. അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയണോ? ഇന്ന് അമ്മയുടെ ബർത്ത്ഡേയാ. അമ്മയ്ക്ക് നീ എന്ത് ഗിഫ്റ്റാ കൊടുക്കുന്നേ? ഗിഫ്റ്റ് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ലല്ലോ. കാശില്ലാതെയും കിട്ടുന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ. അതെന്താ? വാ നോക്കാം. കമോൺ മാൻ. ഓക്കെ ശരി. പിന്നെ ഇത് എവിടെ പോയി? അവന്റെ കളി കുറച്ച് കൂടുന്നുണ്ട്. ഇന്നിങ്ങോട്ട് വരട്ടെ. അമ്മേ, അവന് പാർക്കിലും കാണാനില്ല. ഈശ്വരാ, ഈ ചെക്കൻ ഇത് എവിടെ പോയി കിടക്കുക? അവൻ വേറെ എവിടെയെങ്കിലും കറങ്ങി നടക്കണുണ്ടാവും. ഇപ്പൊ മനസ്സിലായില്ലേ അമ്മയോടും അച്ഛനോടും വലിയ സ്നേഹമില്ലാന്ന്? നിങ്ങൾക്കാണെങ്കിൽ ലക്കി 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 തലേ വെച്ച് നടന്നോ? ദേ മേഘ, കുഞ്ഞു വായിൽ വലിയ വർത്താനം വേണ്ട. ഇനി രഞ്ജിയുടെ കൂടെ എങ്ങാനും പോയി കാണും. ഹലോ, അവൻ പറഞ്ഞിട്ടുണ്ട്. ലക്കി, ഇത്ര നേരം നീ എവിടെയായിരുന്നു? കണ്ടടത്തൊക്കെ കറങ്ങി നടന്നോളും. വെറുതെ നല്ലൊരു ദിവസമായിട്ട് മനുഷ്യനെ വിഷമിപ്പിക്കാൻ. ഇനി നീ ഈ വീട്ടിൽ നിന്ന് കളിക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണത് എനിക്കൊന്ന് കാണണം. പോയി കളിച്ച് ഡ്രസ് മാറ. അമ്മേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അൻപിർക്കുമുണ്ടോ അടയ്ക്കും താഴ്? ലക്കി, നിക്കടാ അവിടെ. എടാ നിക്കാൻ.
ഇന്ന് സൺഡേ അല്ലേ, അച്ഛൻ എങ്ങോട്ടാ? അച്ഛനൊരു മീറ്റിംഗ് ഉണ്ടെന്ന് ടാജില്. എപ്പ തിരിച്ചു വരും? ഈവനിങ്. അപ്പൊ അച്ഛൻ ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിക്കോ? കഴിക്കും. ചിക്കൻ ഉണ്ടാവോ? ഉണ്ടാവും. എന്നാ ഞാനും വരും. എന്നാ പിന്നെ ഞാൻ ഇന്ന് ഒരു മീറ്റിങ്ങിന് പോകുന്നില്ല. പോരെ. അച്ഛാ, ഇതവന്റെ സ്ഥിരം അടവാ, പഠിക്കാതിരിക്കാൻ. അതൊന്നും അല്ലടി, അവന് ബോറടിച്ചിട്ടാ. മോനെ ഞാൻ മോനെ നേരെ ആ പാർക്കിന് അപ്പുറത്തുള്ള ഗ്രൗണ്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് സ്കേറ്റ് ചെയ്യ്. ഈ പ്രാവശ്യം നമുക്ക് പ്രൈസ് അടിക്കാനുള്ളതാ. പാർട്ടി കഴിഞ്ഞ് വരുമ്പോ ഐ വിൽ ഗെറ്റ് യു സം നൈസ് ചിക്കൻ. ഓക്കേ? പ്രോമിസ്? പ്രോമിസ്. Yay! Go. Bye. 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 ചേച്ചി, catch me. Very, very nice. All right. Yeah. I know, it's very exciting even for me. I've been like running around for the wedding big time. But finally, the wedding day is here and the marriage is at St. Louis Cathedral. Yeah. I'll give the address. Just a second. It's 695 Stanford. Yeah. No excuses. You should be there at time. Thanks, sweetheart. Hey, can I call you back? Yeah, I'll call you back. ചെന്നൈയിൽ ബിസിനസ്സുകാരനായ രഞ്ജിത്തിന്റെയും ജാനകിയുടെയും മകൻ ലക്കിയാണ് ഡ്രെയിനേജിൽ വീണ് കാണാതായത്. ഇവിടെ നിന്നുള്ള വാട്ടർ വേസ്റ്റ് മുഴുവൻ ഒഴുകി കടലിലാണ് വന്നു ചേരുന്നത്. എല്ലാ ജംഗ്ഷനിലും ഫയർഫോഴ്സ് നെറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ ലെവൽ കുറവായതിനാൽ കുട്ടിയെ രക്ഷിക്കാനാകുമെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. ചെന്നൈ ഡോൺ ഇന്റർനാഷണൽ സ്കൂളിൽ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കാണാതായ ലക്കി. ക്യാമറാമാൻ അഖിലിനൊപ്പം ചെന്നൈയിൽ നിന്നും രേഷ്മ. ഹലോ ഡോക്ടർ ജോൺ ആണോ? ഹായ്, ഞാൻ സ്വപ്ന US നിന്ന്. ഓർമ്മയുണ്ടോ? Yeah, Swapna. I remember. How are you? I'm fine. How are you? I am fine. Tell me. അല്ല, ഒന്നുമില്ല. I was just browsing to Facebook and ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. ഒരു കുട്ടിയുടെ ആക്സിഡന്റ്. അത് നിങ്ങളുടെ കുട്ടി തന്നെയാണ്, ലക്കി.